കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? എ. കോഴിക്കോട്, ബി. തലശ്ശേരി, സി. തിരുവനന്തപുരം, ഡി. കൊച്ചി. കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? ഉത്തരം ബി. തലശ്ശേരി. കുടുംബശ്രീയുടെ ഏത് പദ്ധതിയാണ് വീടുകളിൽ അടുക്കള മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള സേവനങ്ങൾ നൽകുന്നത്? എ. ഹോം കെയർ, ബി. ക്വിക്ക് സെർവ്, സി. സേവനസഖി, ഡി. സഹായഹസ്തം. കുടുംബശ്രീയുടെ ഏത് പദ്ധതിയാണ് വീടുകളിൽ അടുക്കള മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള സേവനങ്ങൾ നൽകുന്നത്? ഉത്തരം ബി. ക്വിക്ക് സെർവ്. കേരളത്തിലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? എ. കെ. എം. മാണി, ബി. വി. കെ. രാമചന്ദ്രൻ, സി. പി. എം. തോമസ് ഐസക്, ഡി. കെ. എൻ. ഹരിലാൽ. കേരളത്തിലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം ഡി. കെ. എൻ. ഹരിലാൽ. ജൈവമാലിന്യ ശേഖരണത്തിന്റെ വിവരം രേഖപ്പെടുത്തുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ജൈവമാലിന്യ ശേഖരണത്തിന്റെ വിവരം രേഖപ്പെടുത്തുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? എ. ഹരിതമിത്രം, ബി. ഗ്രീൻ കേരള, സി. ക്ലീൻ കേരള, ഡി. സ്വച്ഛ് കേരള. ഉത്തരം എ. ഹരിതമിത്രം. സസ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നാണ് പരുത്തിനാര് ലഭിക്കുന്നത്? എ. ഫലം, ബി. വേര്, സി. പൂവ്, ഡി. ഇല. സസ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നാണ് പരുത്തിനാര് ലഭിക്കുന്നത്? ഉത്തരം എ. ഫലം. വണ്ടർ നട്ട് എന്നറിയപ്പെടുന്നത്? എ. തേങ്ങ, ബി. അടക്ക, സി. നിലക്കടല, ഡി. കശുവണ്ടി. വണ്ടർ നട്ട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി. കശുവണ്ടി. ഇന്ത്യയുടെ ഗോൾഡൻ ലീഫ് എന്നറിയപ്പെടുന്നത്? എ. ടെൻഡു, ബി. പുകയില, സി. പനയോല, ഡി. തേക്ക്. ഇന്ത്യയുടെ ഗോൾഡൻ ലീഫ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി. പുകയില. ഇന്ത്യൻ റോസ് വുഡ് എന്നറിയപ്പെടുന്നത്? എ. അക്കോഷ്യ, ബി. മഹാഗണി, സി. ഈട്ടി, ഡി. തേക്ക്. ഇന്ത്യൻ റോസ് വുഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി. ഈട്ടി. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത്? എ. നൈട്രജൻ, ബി. ഹൈഡ്രജൻ, സി. കാർബൺ ഡൈ ഓക്സൈഡ്, ഡി. ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത്? ഉത്തരം സി. കാർബൺ ഡൈ ഓക്സൈഡ്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഏത്? എ. നെല്ല്, ബി. കരിമ്പ്, സി. ഗോതമ്പ്, ഡി. പയറ്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഏത്? ഉത്തരം ഡി. പയറ്. ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? എ. ഓറഞ്ച്, ബി. പേരക്ക, സി. വഴുതന, ഡി. തക്കാളി. ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി. തക്കാളി. മണ്ണിനടിയിൽ ഫലം ഉണ്ടാക്കുന്ന സസ്യം ഏത്? എ. കാരറ്റ്, ബി. കാബേജ്, സി. നിലക്കടല, ഡി. മരിച്ചീനി. മണ്ണിനടിയിൽ ഫലം ഉണ്ടാക്കുന്ന സസ്യം ഏത്?
ഉത്തരം സി. നിലക്കടല. ശ്വസനവർഗത്തിലെ ഏറ്റവും വലുത് ഏത്? എ. ചെന്നായ, ബി. കുറുക്കൻ, സി. നായ, ഡി. കുറുനരി. ശ്വസനവർഗത്തിലെ ഏറ്റവും വലുത് ഏത്? ഉത്തരം എ. ചെന്നായ. അശ്വകുടുംബത്തിലെ ഏറ്റവും ചെറിയ മൃഗം ഏത്? എ. കുതിര, ബി. സീബ്ര, സി. പൂച്ച, ഡി. കഴുത. അശ്വകുടുംബത്തിലെ ഏറ്റവും ചെറിയ മൃഗം ഏത്? ഉത്തരം ഡി. കഴുത. ഒരേ സമയം രണ്ടു തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജന്തു ഏത്? എ. കുറുക്കൻ, ബി. ഡോൾഫിൻ, സി. ചെന്നായ, ഡി. പൂച്ച. ഒരേ സമയം രണ്ടു തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജന്തു ഏത്? ഉത്തരം ബി. ഡോൾഫിൻ. ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏത്? എ. മയിൽ, ബി. ഒട്ടകപ്പക്ഷി, സി. പെൻഗ്വിൻ, ഡി. പെലിക്കൺ. ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏത്? ഉത്തരം ബി. ഒട്ടകപ്പക്ഷി. സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷി ഏത്? എ. കാക്ക, ബി. തത്ത, സി. മയിൽ, ഡി. പ്രാവ്. സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷി ഏത്? ഉത്തരം ഡി. പ്രാവ്. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കപനം ചെയ്യുന്ന ശരീരഭാഗം ഏത്? എ. വോക്കൽ കോഡ്, ബി. ചിറക്, സി. കാൽ, ഡി. കൊമ്പ്. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കപനം ചെയ്യുന്ന ശരീരഭാഗം ഏത്? ഉത്തരം ബി. ചിറക്. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കം ഉള്ളത് ഏതിന്? എ. വാൾറസ്, ബി. ഗോറില്ല, സി. ആന, ഡി. മനുഷ്യൻ. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കം ഉള്ളത് ഏതിന്? ഉത്തരം സി. ആന. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? എ. 72, ബി. 60, സി. 50, ഡി. 25. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? ഉത്തരം ഡി. 25. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത്? എ. ജന്റു പെൻഗ്വിൻ, ബി. അരയണം, സി. താറാവ്, ഡി. സ്വിഫ്റ്റ്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത്? ഉത്തരം എ. ജന്റു പെൻഗ്വിൻ. പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത്? എ. ആട്, ബി. മുയൽ, സി. പന്നി, ഡി. എരുമ. പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത്? ഉത്തരം എ. ആട്. ദഹനത്തിന് സഹായിക്കുന്ന രാസസന്ധിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? എ. ചെറുകുടൽ, ബി. കരൾ, സി. വൃക്ക, ഡി. ആമാശയം. ദഹനത്തിന് സഹായിക്കുന്ന രാസസന്ധിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഡി. ആമാശയം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത്? എ. ഏലം, ബി. കുരുമുളക്, സി. ഗ്രാമ്പു, ഡി. കുങ്കുമം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത്?
ഉത്തരം ബി കുരുമുളക്. പൂക്കൾ ഇല്ലാത്ത സസ്യം ഏത്? എ റഫ്ലീഷ്യ, ബി വൂൾഫിയ, സി കുമിൾ, ഡി റാഫിയ. പൂക്കൾ ഇല്ലാത്ത സസ്യം ഏത്? ഉത്തരം സി കുമിൾ. ഇഞ്ചിയുടെ ജന്മദേശം ഏത്? എ ആഫ്രിക്ക, ബി ഓസ്ട്രേലിയ, സി ഇന്ത്യ, ഡി അമേരിക്ക. ഇഞ്ചിയുടെ ജന്മദേശം ഏത്? ഉത്തരം സി ഇന്ത്യ. ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് ഡാൽബർജിയ ലാറ്റിഫോളിയ? എ തെങ്ങ്, ബി തേക്ക്, സി പ്ലാവ്, ഡി ഈട്ടി. ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് ഡാൽബർജിയ ലാറ്റിഫോളിയ? ഉത്തരം ഡി ഈട്ടി. ഏതിൽ നിന്നാണ് ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത്? എ മുന്തിരിങ്ങ, ബി കരിമ്പ്, സി ബാർലി, ഡി ആപ്പിൾ. ഏതിൽ നിന്നാണ് ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം എ മുന്തിരിങ്ങ. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹലോഫൈറ്റുകൾ? എ ഉപ്പുജലം, ബി മരുഭൂമി, സി മരങ്ങൾ, ഡി പർവ്വതങ്ങൾ. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹലോഫൈറ്റുകൾ? ഉത്തരം എ ഉപ്പുജലം. ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ഏത്? എ മഞ്ഞ, ബി സിയാൻ, സി വയലറ്റ്, ഡി മജന്ത. ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ഏത്? ഉത്തരം എ മഞ്ഞ. പ്രപഞ്ചത്തിൻ്റെ നിറം ഏത്? എ കറുപ്പ്, ബി വെളുപ്പ്, സി ചുവപ്പ്, ഡി നീല. പ്രപഞ്ചത്തിൻ്റെ നിറം ഏത്? ഉത്തരം എ കറുപ്പ്. മഴവില്ലിൻ്റെ നടുക്ക് കാണുന്ന നിറം ഏത്? എ മഞ്ഞ, ബി നീല, സി പച്ച, ഡി ഇൻഡിഗോ. മഴവില്ലിൻ്റെ നടുക്ക് കാണുന്ന നിറം ഏത്? ഉത്തരം സി പച്ച. ഏറ്റവും ചെറിയ പക്ഷി ഏത്? എ റോബിൻ, ബി തത്ത, സി ഹമ്മിങ് ബേർഡ്, ഡി മൈന. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഉത്തരം സി ഹമ്മിങ് ബേർഡ്. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത്? എ ആന, ബി ജിറാഫ്, സി ഒട്ടകം, ഡി നീർക്കുതിര. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത്? ഉത്തരം ബി ജിറാഫ്. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? എ മൂങ്ങ, ബി മയിൽ, സി കാക്ക, ഡി കഴുകൻ. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം എ മൂങ്ങ. കേരളത്തിൽ 2010 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം ഏത്? എ മലബാർ വന്യജീവി സങ്കേതം, ബി നെയ്യാർ വന്യജീവി സങ്കേതം, സി പേപ്പാറ വന്യജീവി സങ്കേതം, ഡി ചിന്നാർ വന്യജീവി സങ്കേതം. ഉത്തരം എ മലബാർ വന്യജീവി സങ്കേതം.
കേരളത്തിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണുന്ന ജില്ല ഏത്? എ. മലപ്പുറം, ബി. പാലക്കാട്, സി. വയനാട്, ഡി. ആലപ്പുഴ. ഉത്തരം ബി. പാലക്കാട്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. മലപ്പുറം, ബി. പാലക്കാട്, സി. വയനാട്, ഡി. ആലപ്പുഴ. ഉത്തരം സി. വയനാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? എ. കുമാരകം പക്ഷി സങ്കേതം, ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം, സി. മംഗളവനം പക്ഷി സങ്കേതം, ഡി. കടലുണ്ടി പക്ഷി സങ്കേതം. ഉത്തരം ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? എ. മംഗളവനം, ബി. തട്ടേക്കാട്, സി. കുമാരകം, ഡി. മുണ്ടേരിക്കടവ്. ഉത്തരം എ. മംഗളവനം. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത്? എ. മംഗളവനം പക്ഷി സങ്കേതം, ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം, സി. കുമാരകം പക്ഷി സങ്കേതം, ഡി. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം. ഉത്തരം എ. മംഗളവനം പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കോഴിക്കോട്, ബി. മലപ്പുറം, സി. എറണാകുളം, ഡി. വയനാട്. ഉത്തരം സി. എറണാകുളം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏത്? എ. വയനാട് മലപ്പുറം, ബി. ഇടുക്കി വയനാട്, സി. ആലപ്പുഴ കോട്ടയം, ഡി. ഇടുക്കി മലപ്പുറം. ഉത്തരം ബി. ഇടുക്കി വയനാട്. കേരളത്തിൽ ആദ്യ റെയിൽവേ പാത സ്ഥാപിച്ച വർഷം ഏത്? എ. 1869, ബി. 1940, സി. 1861, ഡി. 1947. ഉത്തരം സി. 1861. കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? എ. കോഴിക്കോട്, ബി. തിരുവനന്തപുരം, സി. കൊച്ചി, ഡി. ഇടുക്കി. ഉത്തരം ബി. തിരുവനന്തപുരം. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം ഏത്? എ. 2017, ബി. 2018, സി. 2019, ഡി. 2021. ഉത്തരം സി. 2019. കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? എ. 2017, ബി. 2018, സി. 2019, ഡി. 2021. ഉത്തരം ബി. 2018. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? എ. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്, ബി. പട്ടം താണുപിള്ള, സി. ആർ. ശങ്കർ, ഡി. കെ. കരുണാകരൻ. ഉത്തരം എ. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ദേശീയ ഉത്സവം ഏത്? എ. ഹോളി, ബി. പെരുന്നാൾ, സി. ക്രിസ്തുമസ്, ഡി. ഓണം.
ഉത്തരം ഡി. ഓണം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? എ. കാസർഗോഡ്, ബി. കണ്ണൂർ, സി. കോഴിക്കോട്, ഡി. തിരുവനന്തപുരം. ഉത്തരം എ. കാസർഗോഡ്. കേരളത്തിൽ 12 പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കാസർഗോഡ്, ബി. കണ്ണൂർ, സി. കോഴിക്കോട്, ഡി. തിരുവനന്തപുരം. ഉത്തരം എ. കാസർഗോഡ്.